മക്കളെ, കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ നിന്ന് നമ്മൾ എന്തായാലും പഠിക്കേണ്ട ചോദ്യങ്ങൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സി, A and B are events with P of A is equal to 2/5, P of B is equal to 3/5 and P of A and B is equal to 1/5. നമ്മൾ P of A given B കണ്ടുപിടിക്കണം, P of B given A കണ്ടുപിടിക്കണം, രണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് A given B, കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫോർമുല എന്താണ്? പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഡിവൈഡഡ് ബൈ ഈ ഗിവൺ ഏതാണോ അതാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്, P of B എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇന്റർസെക്ഷൻ ആയിട്ട് തന്നിരിക്കുന്ന എത്രയാണ്? 1/5 ആണ്. നേരെ എഴുതിക്കേ, 1/5 നമ്മൾ ഫസ്റ്റ് വൺ ആണ്, ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എത്രയാണ്? 3/5. ഈ 5 ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എത്രയാണ്? 1/3 ആണ്. ക്ലിയർ? യെസ്. അടുത്തത് സെക്കൻഡ് വൺ, പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ എന്താ? മേലെ ഇന്റർസെക്ഷൻ തന്നെയാണ് വരുന്നത്, എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ വരും അല്ലേ. സോ 1/5 ഡിവൈഡഡ് ബൈ 2/5 വിച്ച് ഇസ് ഈക്വൽ ടു 5 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1/2. എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ. അടുത്ത ചോദ്യം നോക്കി, എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റുകളാണെങ്കിൽ പി ഓഫ് എയും പി ഓഫ് എ ഇന്റർസെക്ഷൻ തന്നിട്ടുണ്ട്, പി ഓഫ് ബി കണ്ടുപിടിക്കാം. മക്കളെ, ഇൻഡിപെൻഡന്റ് ഇവന്റുകളാണെങ്കിൽ നമ്മുടെ ഫോർമുല എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ് അല്ലേ. അപ്പൊ ഇതിൽ നമുക്ക് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും തന്നിട്ടുണ്ട്, പി ഓഫ് എയും തന്നിട്ടുണ്ട്, ബി കണ്ടുപിടിക്കലാണ് ടാസ്ക്. സോ പി ഓഫ് ബി എന്തായിരിക്കും? പി ഓഫ് ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ. എ ഇന്റർസെക്ഷൻ ബി എത്രയാ? 0.6. പി ഓഫ് എ എത്രയാ? 0.8. 6/8 അല്ലെങ്കിൽ 3/4 വരും. 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3/4 വരും. ഓക്കെ, യെസ്. അടുത്തത് ഇപ്പം നമ്മൾ ചെയ്തതിൻ്റെ ഒരു തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണെങ്കിൽ എയും ബിയും എന്ത് ഇവന്റുകളാണ്? നമ്മൾ ഇപ്പോൾ തൊട്ട് മുന്നേ പഠിച്ചേ ഉള്ളൂ. എന്ത് ഇവന്റുകളാണ്? ഇൻഡിപെൻഡന്റ് ഇവന്റുകളാണ്. ക്ലിയർ? യെസ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇന്റർസെക്ഷൻ 5 ആയിരിക്കും വരിക. എക്സോസ്റ്റീവ് ആണെങ്കിൽ എന്താ? എ യൂണിയൻ ബി സാമ്പിൾ സ്പേസ് ആണ് കിട്ടേണ്ടത് അല്ലെ. ഈക്വലി ലൈക്ലി ആണെങ്കിൽ എല്ലാത്തിൻ്റെയും പ്രോബബിലിറ്റി സെയിം ആയിരിക്കും. അതാണ് നമുക്ക് വരുന്ന കണ്ടീഷൻസ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇത് നമുക്ക് ബേസ് തിയറം വെച്ചിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സി, എ ബാഗ് കണ്ടെയ്ൻസ് 7 റെഡ് 3 ബ്ലാക്ക് balls, another bag contains 4 red 6 black balls. ഓക്കെ, 2 ബാഗ് ഉണ്ട്. ഈ 2 ബാഗിലും ഉള്ള ബോൾസിന്റെ എണ്ണമാണ് നമുക്ക് തന്നത്. ഇനി നമ്മൾ ഇതിൽ ഒരു ബാഗ് ചൂസ് ചെയ്തു. ഏത് ബാഗാണ് നമുക്ക് അറിയത്തില്ല കേട്ടോ. ഏതൊരു ബാഗ് ചൂസ് ചെയ്തിട്ട് നമ്മൾ അതിനൊരു ബോൾ എടുത്തു കഴിഞ്ഞപ്പം അതൊരു റെഡ് ബോൾ ആണ് എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുത്തത് ഫസ്റ്റ് ബാഗ് ആവാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആയോ? 2 ബാഗിൽ എത്ര ബോൾസ് ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് തന്നു. നമ്മൾ ഏതോ ഒരു ബാഗ് എടുത്തിട്ട് കിട്ടിയത് റെഡ് ബോൾ ആണ്. കിട്ടിയത് റെഡ് ബോൾ എങ്കിൽ നമ്മൾ ചൂസ് ചെയ്തത് ഫസ്റ്റ് ബാഗ് ആവാനുള്ള പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. മക്കൾ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്കൊരു ഗിവൺ കണ്ടീഷൻ തന്നിട്ട്, അതായത് നമ്മൾ എടുത്ത ബോൾ റെഡ് ആണെങ്കിൽ ഗിവൺ കണ്ടീഷൻ അല്ലേ ഇത്, എന്നിട്ട് നമ്മൾ പ്രീവിയസ് ഒരു ഇവന്റിലേക്ക് പോവുകയാണെങ്കിൽ ബേസ് തിയറം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ബേസ് തിയറം എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഇ ഐ ഗിവൺ എ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ ഐ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ എ ഐ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ജെ ഈക്വൽ 1 to n പി ഓഫ് ഇ ജെ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഇ ജെ. മിസ് എന്തൊക്കെയോ എഴുതി, എന്തൊക്കെയാ അല്ലേ മക്കളെ? അതായത് നമ്മൾ ടോട്ടൽ സാമ്പിൾ സ്പേസിനെ, ഇവിടുത്തെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബാഗ് ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ സാമ്പിൾ സ്പേസിനെ 2 കഷ്ണങ്ങളാക്കി മുറിക്കും. ഇവിടെ 2 കഷ്ണം, എത്ര കഷ്ണം വേണമെങ്കിലും ആക്കാം. ആ മുറിക്കുന്ന കഷ്ണങ്ങളെയാണ് നമ്മൾ ഇവന്റുകൾ അല്ലെങ്കിൽ പാർട്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് 2 പാർട്ടീഷൻ മതി. ഒരു ബാഗ് 1ഉം ബാഗ് 2. ഓക്കെ, ബാഗ് 1 ബാഗ് 2 എന്ന് പറഞ്ഞ് നമ്മൾ 2 കഷ്ണങ്ങളാക്കി. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ ഒരു കണ്ടീഷൻ, ഒരു ഇവന്റ് നടന്നു. ഇവർ നടന്നിരിക്കുന്നത് എന്താണ്? ഒരു റെഡ് ബോൾ കിട്ടി എന്നുള്ളൊരു ഇവന്റ് നടന്നു. അപ്പം അത് എവിടെ നിന്ന് വേണമെങ്കിലും നടക്കാം അല്ലേ. എടുക്കുന്നത് ബാഗ് 1ൽ നിന്നാവാം, ബാഗ് 2വിൽ നിന്നാവാം. അപ്പം നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ഈ എടുത്തിരിക്കുന്ന റെഡ് ബോൾ ബാഗ് 1ൽ നിന്നാവാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇവിടുത്തെ പി ഓഫ് E1 ഉം E2 ആണ് ബാഗ് 1ഉം ബാഗ് 2. ഓക്കെ, ഇത് E1 ആണ്, ഇത് E2 ആണ്. നമുക്ക് വേണ്ടത് പ്രോബബിലിറ്റി ഓഫ് E1 ഗിവൺ എ ആണ്. ഗിവൺ കണ്ടീഷൻ എന്താണ്? റെഡ് ബോൾ കിട്ടി. അങ്ങനെയാണെങ്കിൽ E1ൽ നിന്നാവാനുള്ള പ്രോബബിലിറ്റി. മനസ്സിലായോ? പ്രോബബിലിറ്റി ഓഫ് E1 ഗിവൺ എ. ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് സെക്കൻഡ് ബാഗിൽ നിന്ന് എടുത്തതാവാനുള്ള പ്രോബബിലിറ്റിയെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരുന്നു വേണ്ടത്? പി ഓഫ് E2 ഗിവൺ എ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഫോർമുലയിലേക്ക് നോക്കുമ്പോൾ മേലെ നമ്മൾ എഴുതേണ്ടത് പി ഓഫ് ഇവിടെ എന്താണോ അത് തന്നെ എഴുതാം. പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 എഴുതാം, ഡിവൈഡഡ് ബൈ എന്താ ചെയ്യേണ്ടത്? സമ്മേഷൻ ആണ്, ഒന്നുമില്ല. പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2. വെരി സിമ്പിൾ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഈ സംഭവം ഇവിടെ താഴെ എന്ന് പറഞ്ഞാൽ എല്ലാ കോമ്പിനേഷനും. ഇപ്പോൾ ഒരു E3 കൂടി ഉണ്ടെങ്കിൽ, 3 ബാഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പി ഓഫ് E3 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E3 കൂടെ ചെയ്യാം.
അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് ജസ്റ്റ് ഇവന്റുകൾ ഡിഫൈൻ ചെയ്ത് പോകണം. സോ എ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇവന്റ് എ എന്താ, ഗിവൺ കണ്ടീഷൻ എന്താ, റെഡ് ബോൾ ആണ് കിട്ടിയത് അല്ലേ. സോ ഡ്രോൺ ബോൾ ഇസ് റെഡ് എന്ന് കൊടുക്കാം. ഓക്കെ, E1 E2 എന്തായിരുന്നു, ചൂസിങ് ഫ്രം ബാഗ് 1 and 2 എന്ന് കൊടുക്കാം. നമുക്ക് വേണ്ടത് P of E1 given A ആണ്. ഇനി ഇതിലുള്ള ഓരോ വാല്യൂസും നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് 2 ബാഗാണുള്ളത് അല്ലേ, 2 ബാഗാണെങ്കിൽ ആ 2 ബാഗിൽ നിന്ന് ഒന്ന് ചൂസ് ചെയ്യുക എന്നുള്ളതല്ലേ P of E1. അപ്പോൾ എന്തായിരിക്കും, 2 എണ്ണത്തിൽ ഒന്ന് ചൂസ് ചെയ്യുക 1/2. P of E2 എന്ന് പറയുന്നതും 2 എണ്ണത്തിൽ ഒന്ന് ചൂസ് ചെയ്യുക 1/2. സിമ്പിൾ. ഇനി P of A given E1 എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഒന്നാമത്തെ ബാഗിൽ നിന്നാണ് എടുക്കുന്നത് നമുക്ക് തന്നു, അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ എന്താ, റെഡ് ബോൾ കിട്ടുക. സോ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1, ഈ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നാമത്തെ ബാഗിൽ നിന്ന് നിങ്ങൾക്ക് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഒന്നാമത്തെ ബാഗിൽ എത്ര റെഡ് ഉണ്ട്, 7 റെഡ് ഉണ്ട്. ടോട്ടലി എത്ര ബോൾ ഉണ്ട്, 10 ബോൾ ഉണ്ട്. സോ 7/10. P of A given E2 എന്ത് വരും, രണ്ടാമത്തെ ബാഗിൽ നിന്ന് ഒരു റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി. രണ്ടാമത്തെ ബാഗിൽ 4 റെഡ് ഉണ്ട്, ടോട്ടലി 10. സോ 4/10 വരും. ക്ലിയർ. ഇനി P of E1 given എല്ലാ വാല്യൂസും നമുക്ക് കിട്ടി, നിരത്തി അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. P of E1 1/2 ഇൻറ്റു P of A given E1 7/10 ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു 7/10 പ്ലസ് 1/2 ഇൻറ്റു A given E2 4/10. എടാ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ സെയിം ആയി. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഡിനോമിനേറ്റർ 2 × 10 ആണ്. നമുക്ക് മേലേതും താഴേതും കട്ട് ചെയ്ത് കളയാം. സോ മേലെ 7 വരും, താഴെ 7 + 4 വരും. 7 ഡിവൈഡഡ് ബൈ 11 ആണ് നമ്മുടെ പ്രോബബിലിറ്റി. ക്ലിയർ ആയോ? ബേസ് തിയറം ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. സോ നമ്മുടെ അടുത്ത ചോദ്യം, ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് കാണുമ്പോൾ ഇത് ബേസ് തിയറം എന്ന് നിങ്ങൾക്ക് തോന്നും അല്ലേ, പക്ഷേ ബേസ് തിയറം അല്ല. നിങ്ങൾ ബേസ് തിയറം വരെ ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ നോക്കിയേ, എ കോഫി ഷോപ്പ് ഹാസ് 3 coffee machines A, B and C. They produce 25%, 35% and 40% of the coffee respectively. Okay, A ഉണ്ടാക്കുന്നത് 25% കോഫി, B ഉണ്ടാക്കുന്നത് 35% കോഫി, C ഉണ്ടാക്കുന്നത് 40% കോഫി. ഇനി ഇവർ ഉണ്ടാക്കുന്നതിൽ തന്നെ A ഉണ്ടാക്കുന്നതിൽ 3%, B ഉണ്ടാക്കുന്നതിൽ 2%, C ഉണ്ടാക്കുന്നതിൽ 5% പൊട്ട കോഫിയാണ്. ഡിഫക്റ്റീവ് ആയിട്ടുള്ള കോഫി കുടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഡിഫക്റ്റീവ് ആയിട്ടുള്ള കോഫിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കോഫി കസ്റ്റമർക്ക് സപ്ലൈ ചെയ്തപ്പം അത് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. നമുക്കിപ്പോൾ എന്തൊക്കെ തന്നു, നമുക്ക് ഓരോ കോഫി എത്ര ശതമാനം ഓരോ മെഷീൻ എത്ര ശതമാനം കാപ്പി ഉണ്ടാക്കുന്നുണ്ടെന്ന് തന്നു അല്ലേ. ഓരോ മെഷീൻ ഉണ്ടാക്കുന്നതിലും എത്ര ശതമാനം ഡിഫക്റ്റീവ് കോഫി ഉണ്ടെന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കാപ്പി ഇങ്ങനെ റാൻഡം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ കിട്ടിയ കാപ്പി ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചത്. അപ്പം മിസ്സിനോട് ചോദിക്കുകയാണ് നിങ്ങൾ, ഇത് മിസ്സേ ബേസ് തിയറം ആയിട്ട് എന്താണ് അതിന്റെ വ്യത്യാസം? ഇവിടെ നമ്മളോട് ചോദിച്ചത് എന്താ, ഇവിടെ ഇത് ബേസ് തിയറം ആയിരുന്നെങ്കിൽ ഈ ചോദ്യം എങ്ങനെ വന്നേനെ, നിങ്ങൾക്ക് കിട്ടിയത് ഒരു ഡിഫക്റ്റീവ് കോഫി ആണെങ്കിൽ അത് ഉണ്ടാക്കിയത് മെഷീൻ ബി ആവാനുള്ള പ്രോബബിലിറ്റി, അല്ലെങ്കിൽ നമുക്കൊരു കിട്ടിയ കോഫി ഡിഫക്റ്റീവ് ആണെങ്കിൽ ഉണ്ടാക്കിയത് മെഷീൻ എ ആവാനുള്ള പ്രോബബിലിറ്റി. ഇവിടെ അങ്ങനെ ചോദിച്ചിട്ടില്ലല്ലോ, കിട്ടിയ കോഫി ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റിയെ ചോദിച്ചിട്ടുള്ളൂ. അതായത് ഈ ക്വസ്റ്റ്യൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടിയ ബോൾ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി അത്രേ ചോദിച്ചിട്ടുള്ളൂ. അത് ഏത് ബാഗിൽ നിന്ന് എടുത്തു എന്ന് ചോദിച്ചിട്ടില്ല. ഇവിടെ ഏത് മെഷീനാണ് ഡിഫക്റ്റീവ് കോഫി ഉണ്ടാക്കിയെന്നുള്ളത് ചോദിച്ചിട്ടില്ല. സോ ഇത് നമ്മൾ ടോട്ടൽ പ്രോബബിലിറ്റി തിയറം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എ ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ആണ്. അതായത് ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗെറ്റിംഗ് എ ഡിഫക്റ്റീവ് കോഫി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു എന്താണ് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം? ബേസ് തിയറത്തിൽ ഡിനോമിനേറ്റർ ആയിട്ട് നമ്മൾ എഴുതുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു സാധനം, ഇതാണ് പ്രോബബിലിറ്റി തിയറം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് മാത്രം ചെയ്താൽ മതി, P of E1 into probability of A given E1 plus P of E2 into probability of A given E2 plus P of E3 into P of A given E3. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടി. ക്ലിയർ ആയോ? ബേസ് തിയറത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ ക്വസ്റ്റൻ എങ്ങനെ ബേസ് തിയറം ആവുന്നത് നമുക്ക് പറയട്ടെ. അതായത് നമുക്ക് തന്നു, ഇപ്പൊ തന്നത് ഡിഫക്റ്റീവ് കോഫി ആണ്, നമുക്ക് കിട്ടി, അങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കിയത് സി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസ് തിയറമായി. പക്ഷേ കിട്ടിയ കോഫി ഡിഫക്റ്റീവ് ആണുള്ള പ്രോബബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ പ്രോബബിലിറ്റി തിയറം ഈ സമ്മ് വെച്ച് നിർത്തിക്കോളാം. ഓക്കെ, ഇനി ഇതിൽ ഓരോ പ്രോബബിലിറ്റിയും കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടുത്തെ P of E1 ഉം E2 ഉം E3 എന്തൊക്കെ വരും? P of E1, E2, E3 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ E1, E2, E3 ഒക്കെ എന്തൊക്കെ വരും? E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടീഷൻ മെഷീൻ എ ആണ് കോഫി ഉണ്ടാക്കുന്നത്. E2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ടീഷൻ മെഷീൻ ബി ആണ് കോഫി ഉണ്ടാക്കുന്നത്. E3 എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടീഷൻ മെഷീൻ സി ആണ് കോഫി ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെയൊക്കെ പ്രോബബിലിറ്റി നമ്മൾ നേരത്തെ ചെയ്ത പോലെ 1/3 ചെയ്താൽ പോരാ.
എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് A കോഫി ഉണ്ടാക്കാനുള്ള പ്രോബബിലിറ്റി ശതമാനമായിട്ട് തന്നിട്ടുണ്ട് 25/100. B കോഫി ഉണ്ടാക്കാനുള്ള പ്രോബബിലിറ്റി 35/100. C കോഫി ഉണ്ടാക്കാനുള്ള പ്രോബബിലിറ്റി 40/100. ക്ലിയർ? ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? P of A given E1 വേണം. A എന്ന് പറഞ്ഞാൽ എന്താ? ഗെറ്റിംഗ് എ ഡിഫക്റ്റീവ് കോഫി. അപ്പോൾ നമ്മളോട് പറയാണ് മെഷീൻ A ആണ് കോഫി ഉണ്ടാക്കുന്നത്. ഗിവൺ കണ്ടീഷൻ E1 ആണ് അല്ലേ? E1 എന്ന് പറഞ്ഞാൽ എന്താ? A ആണ് കോഫി ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിഫക്റ്റീവ് കിട്ടാനുള്ള പ്രോബബിലിറ്റി നമുക്കിവിടെ തന്നിട്ടില്ലേ? 3/100. സോ 3/100. പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ E2. ഡിഫക്റ്റീവ് കോഫി കിട്ടാനുള്ള പ്രോബബിലിറ്റി ഗിവൺ B ആണ് കോഫി ഉണ്ടാക്കുന്നത് 2/100. ഓക്കെ. പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ E3. ഡിഫക്റ്റീവ് കോഫി കിട്ടാനുള്ള പ്രോബബിലിറ്റി ഗിവൺ C ആണ് കോഫി ഉണ്ടാക്കുന്നത് 5/100. ഓക്കെ. എല്ലാ പ്രോബബിലിറ്റിയും കിട്ടി. സെറ്റ് അല്ലേ? എല്ലാ പ്രോബബിലിറ്റിയും നമുക്ക് കിട്ടി. ഇനി ഈ ഫോർമുലയിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ പോരെ? പ്രോബബിലിറ്റി ഓഫ് എ, ഒരു ഡിഫക്റ്റീവ് കോഫി കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 25/100 ഇൻറ്റു P of A given E1 3/100 പ്ലസ് 35/100 ഇൻറ്റു 2/100 പ്ലസ് 40/100 ഇൻറ്റു 5/100. ഓക്കെ. യെസ്. ഇനി ഇവിടുന്ന് ഇത് ജസ്റ്റ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കിട്ടും. നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത് 0.0345 ആയിരിക്കും. ക്ലിയർ? യെസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ബേസ് തിയറം ആണോ ടോട്ടൽ പ്രോബബിലിറ്റി തിയറം ആണോ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ബേസ് തിയറത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെജോറിറ്റി കാണാറുള്ളത്. ഇത് എന്തായാലും പഠിച്ചു പോകണം. ഓക്കെ. വലിയ ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനൊന്നും ചോദിക്കില്ല. ഇങ്ങനെ ബാഗിൽ നിന്ന് എടുക്കുന്നത്, ഡിഫക്റ്റീവ് കോഫി, ഇതൊക്കെയാണ് സാധാരണ ചോദിച്ച് കാണാറുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ.